ഈ ലോകത്തിൽ വന്നേശു എൻ്റെ മാലൊഴിപ്പാൻ സഹിച്ചു. ഹല്ലേലൂയ. പീഡകൾ സങ്കടങ്ങൾ പാടുകൾ നീചമാരണവും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. താങ്ക് യു ജീസസ്. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നിൻ മഹാകൃപയ്ക്കായി എല്ലാവരും ചേർന്ന ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും മോചനം വീണ്ടും ജനനമോ നീച പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളോ നിൻ ഹല്ലേലൂയ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നാശമില്ലാത്തവകാശവോ യേശുവിൻ ഭാഗ്യസന്നിധിയോ നീതിയിൻ വാടമൂടിയതു തൻ മക്കൾക്ക് സ്വർഗേ നാശമില്ലാത്തവകാശമോ യേശുവിൻ ഭാഗ്യസന്നിധിയോ നീതിയിൻ വാടമൂടിയതു തൻ മക്കൾക്ക് സ്വർഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ സഹിച്ച കഷ്ടപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നൽകി തന്ന ഇത്ര വലിയ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഓ ഹല്ലേലൂയ, ആരും നമ്മോട് ദയ തോന്നാതിരുന്നപ്പോൾ ഹല്ലേലൂയ നമ്മെ തേടി വന്ന ദൈവ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിനോടുള്ള നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് ഈ പകൽ നാം മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യനാശത്തിൽ നിന്ന് ഹല്ലേലൂയ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നമ്മെ ഇത്ര വലിയ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, ഇത്ര വലിയ രക്ഷ നമുക്ക് നൽകി തരുവാൻ, നിത്യജീവന്റെ വാഗ്ദത്തത്തിന്റെ അവകാശികളായി തീർക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ മഹാസ്നേഹമാണ് യേശുവിന്റെ കാൽവരി മരണം. ഈ പകൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ സഹിച്ച കഷ്ടപ്പാടുകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നാം അനുഭവിക്കേണ്ട പാടുകൾ, നാം ഹല്ലേലൂയ അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് വേണ്ടി തന്റെ ഹല്ലേലൂയ പാപമില്ലാത്ത ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ തന്റെ പിതാവിനോട് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ കണക്ട് ചെയ്യുവാൻ, ഹല്ലേലൂയ ദൈവം ആ സമാധാനം ഉണ്ടാക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ചെയ്ത ഇത്ര വലിയ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തെ ഹല്ലേലൂയ ഈ പകൽ ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ആരും മൗനമായിരിക്കാതെ ഈ പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന് വേണ്ടി ആരും മരിക്കില്ല, ഗുണവാന് വേണ്ടി മരിക്കുന്നത് ഹല്ലേലൂയ ദുർലഭമാണ്. എങ്കിലും പാപികളായിരുന്നപ്പോൾ തന്നെ, ഒരു യോഗ്യതയും ഇല്ലാഞ്ഞപ്പോൾ പാപികളായിരുന്നപ്പോൾ തന്നെ, while we were still sinners, Jesus died for us. Hallelujah, 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 hallelujah. Thank you, Jesus. We surrender our lives before you, Lord. Hallelujah. We humble ourselves before you. Father, we give you glory. In Jesus' name we pray. Amen. Hallelujah. പകൽ ഹല്ലേലൂയ കർത്തൃമേശ ശുശ്രൂഷയെക്കുറിച്ച് വളരെ അത്യാവശ്യകരമായി പറയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ നമുക്ക് വേദഭാഗം എടുത്ത് വായിക്കാം. ഹല്ലേലൂയ മത്തായി 26 അധ്യായത്തിൻ്റെ 26 വാക്യം മുതൽ വേഗത്തിൽ ആരെങ്കിലും മൈക്കിൽ വായിക്കണേ. ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഹല്ലേലൂയ ഒരു പ്രത്യേക മിനിസ്ട്രിയാണ് ദ മിനിസ്ട്രിങ് ഓൺ ദ ലോർഡ്സ് ടേബിൾ. 2 കാര്യങ്ങൾ ഹല്ലേലൂയ വളരെ ക്ലിയർ ആയിട്ടുള്ള ആക്ഷനായി ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന വ്യക്തമായ 2 ആക്ഷൻ, ഹല്ലേലൂയ കോൾ ടു ആക്ഷൻ എന്നൊക്കെ പറയുന്ന നാം കേട്ടിട്ടുണ്ടായിരിക്കും. 2 കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. ഒന്ന്, ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ മാനസാന്തരവും രക്ഷയും കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കണം. കൽപ്പന എന്നത് ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങിയുള്ള സ്നാനം. ഹല്ലേലൂയ. ഇതൊരു ഹല്ലേലൂയ ഇറ്റ് ഈസ് എ പ്രൊക്ലമേഷൻ. ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും നാം ഏകീഭവിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ്, പ്രൊക്ലമേഷനാണ് സ്നാനം. അതിനുശേഷം വളരെ പ്രാധാന്യമായി കർത്താവ് പറഞ്ഞിട്ടുള്ള, ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള, നാം ചെയ്തു പോരേണ്ടതിന് കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മിനിസ്ട്രിയാണ് ദ മിനിസ്ട്രി ഓൺ ദ ലോർഡ്സ് ടേബിൾ. ഹല്ലേലൂയ. ഇത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഹല്ലേലൂയ കർത്താവ് നേരിട്ട് ഹല്ലേലൂയ ആ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ച് ദൈവം ഹല്ലേലൂയ കർത്താവ് ചെയ്യുന്ന കാര്യം നമ്മൾ വായിച്ചു കേട്ടത് 26. As they were eating, Jesus took bread, blessed and broke it and gave it to the disciples. Hallelujah. And take it, this is my body. ഹല്ലേലൂയ. ഒത്തിരി കർത്തൃമേശയെക്കുറിച്ച് പലപ്പോഴും പലർക്കും ഹല്ലേലൂയ ഒത്തിരി സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാനുണ്ട്. പല സഭകളും ഹല്ലേലൂയ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് തെറ്റായ ഒരു ടീച്ചിങ് ആണ്. എന്താണ്?
ഹല്ലേലൂയ കർത്തൃമേശ നാം പ്രാർത്ഥിച്ച് ആ അപ്പത്തിൽ നിന്നും ആ വീഞ്ഞിൽ നിന്നും പങ്കെടുക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു എന്നും ഇത് രക്തമായി മാറുന്നുവെന്നും തെറ്റായ ഒരു പഠിപ്പീര് വളരെ പ്രോമിനൻ്റ് ആയിട്ടും പ്രിവലൻ്റ് ആയിട്ടും നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒത്തിരി പേര് അത് പഠിപ്പിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഈ തെറ്റായ ടീച്ചിങ്ങിനെ റെഫ്യൂട്ട് ചെയ്യുവാൻ നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ യേശു യഥാർത്ഥത്തിൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അപ്പമെടുത്തു, ഹല്ലേലൂയ പാത്രമെടുത്തു, പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് കൊടുത്തപ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചോ? ഇല്ല. 2, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഹല്ലേലൂയ ഈ അപ്പത്തിൽ നിന്നും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുമ്പോൾ ബ്രെഡ് ഫ്ലഷായി മാറിയിട്ടുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. അതുപോലെ തന്നെ പാത്രം രക്തമായി മാറിയതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു തെറ്റായ ഒരു ടീച്ചിങ് ആണ്. ഈ അടുത്ത സമയത്ത് പോലും നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങനെ ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരാൾക്ക് സംശയമുണ്ടായി, ചോദിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ശക്തമായി തെറ്റായ അനേക ടീച്ചിങ്സ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിച്ച് കളയത്തക്കവണ്ണം തെറ്റായ ഉപദേശങ്ങൾ വളരെ ശക്തമായി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് യേശു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, ദിസ് ഈസ് സംതിങ് ദാറ്റ് ദി ലോർഡ് ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. ഇത് സഭയുടെ മേശയല്ല, ഹല്ലേലൂയ സ്തോത്രം, ഇത് ഹല്ലേലൂയ ഒരു ദൈവദാസന്മാരുടെ മേശയല്ല, ഇത് കർത്താവിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? The Lord's table. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ മേശയാണ്, കർത്താവിൻ്റെ മേശയാണ്, കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ദിസ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഇതിൻ്റെ വാലിഡിറ്റി നിയമിക്കുന്നത് ദൈവമാണ്. വചനത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് വരെയാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ. അതിനുശേഷം ഈ മേശയ്ക്ക് ഭൂമിയിൽ എന്തില്ല? ഇവിടെ ഇല്ല. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പൊ നമ്മളിത് ഹല്ലേലൂയ ഈ തിരുമേശ ഇന്ന് പകൽ ഈ ഹല്ലേലൂയ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നമ്മൾ ഈ തിരുമേശയിൽ ഭാഗവാക്കായി തീരുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രൊക്ലെയിം ചെയ്യാണ്. എന്താണ്? നമ്മുടെ യേശു ഇതുവരെ വന്നിട്ടില്ല, കർത്താവ് വേഗം വരുന്നു. ഹല്ലേലൂയ ആ വരവിനെ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു മേശയാണെന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം, ഈ കർത്തൃമേശയിൽ ഭാഗവാക്കായി തീരുവാൻ നമുക്കുള്ള എലിജിബിലിറ്റിയാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്തോത്രം. ഒത്തിരി പലവിധമായ വ്യത്യസ്തമായ ചിന്താഗതികൾ ഒരുപക്ഷെ ഈ വിഷയത്തിനകത്തുണ്ടായിരിക്കാം. സ്തോത്രം. എലിജിബിലിറ്റി എന്താണ്? ഒന്ന്, ഹല്ലേലൂയ യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. പലരും നമുക്കറിയാം, നമ്മുടെ പൊതുവിലുള്ള പെന്തക്കോസ്ത് സമൂഹത്തിൽ അകത്ത് ഒരു 10ാം ക്ലാസ് 11, 12 ഒക്കെ ആകുമ്പോൾ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പ്രിയപ്പെട്ടവരും ഒക്കെ എല്ലാവരും ഒക്കെ ഏകദേശം നമ്മുടെ ഇന്നാറുടെ മോളുടെ സ്നാനം കഴിഞ്ഞു, മറ്റേ അവനും സ്നാനപ്പെട്ടു, ഇനിയിപ്പം നീ എന്തിനാ നോക്കിയിരിക്കുന്നത്, നീയും കൂടെ പെട്ടെന്ന് അങ്ങ് സ്നാനപ്പെടുക, ഇനിയിപ്പം കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സാവകാശം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരു പിയർ പ്രഷർ, ഫാമിലി പ്രഷർ നിമിത്തം എന്ത് സംഭവിക്കും? പലരുടെയും സ്നാനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാപതിയിൽ അകപ്പെടും. അപ്പം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് യഥാർത്ഥമായി മരിച്ച വ്യക്തിയെ കുഴിച്ചിടാതെ, മരിക്കാത്ത ഒരാളെ വെറുതെ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ എന്തെങ്കിലും സ്നാനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നടന്നു, നിങ്ങൾക്ക് ഒരു പക്ഷേ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാം, ഒരു പക്ഷേ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലാതെ സ്വർഗവുമായിട്ട് യാതൊരു വിധത്തിലും അങ്ങനെ ഒരു സ്നാനത്തിന് ബന്ധമില്ല. പരിശുദ്ധാത്മാവ് അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ആ സ്നാനത്തിനകത്ത് ഒരു
അക്സെപ്റ്റൻസും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യഥാർത്ഥമായി പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, കഴിഞ്ഞ ആളുകളിൽ ഞങ്ങളായിരുന്ന ദേശത്ത് ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ വ്യക്തമായി വചനം പഠിപ്പിച്ചപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ യഥാർത്ഥത്തിൽ ഒന്നുകൂടെ സ്നാനപ്പെടണമെന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കി തീരുമാനമെടുത്ത പല ഹല്ലേലൂയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിനകത്ത് ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, ഈ സ്നാനം എന്താന്ന് പോലും അറിയാൻ മേലാഞ്ഞ കാലത്ത് എല്ലാവരും സ്നാനപ്പെടുന്നെന്ന് പറഞ്ഞ് ഞാനും കയറി സ്നാനപ്പെട്ടതാണെങ്കിൽ ഇനിയും യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിനകത്ത് വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചുള്ള സ്നാനം നടന്നിട്ടില്ലെങ്കിൽ അത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അത് പ്രോപ്പറായിട്ട് യഥാർത്ഥമായി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ഒരു ചടങ്ങ് നിവർത്തിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിൻ്റെ എലിജിബിലിറ്റി, ഹല്ലേലൂയ സ്തോത്രം, ഒന്ന് മനസാന്തരം, രക്ഷ, സ്നാനം, വിശ്വസിച്ച് സ്നാനമേൽക്കുകയും പിന്നെ അതിനുശേഷം വിശുദ്ധ ജീവിതം ചെയ്യുന്നവരായിരിക്കണം. വിശുദ്ധ ജീവിതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്ന ടോട്ടലി പാപം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ തെറ്റ് ജീവിതത്തിൽ സംഭവിക്കാതെ ആബ്സല്യൂട്ട് പെർഫെക്ഷനിൽ ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ചിന്ത കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ സ്തോത്രം, ഈ ഉലകത്തിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു ഒഴികെ ഒറ്റ മനുഷ്യനും സിൻലെസ് പെർഫെക്ഷനിൽ എത്തിയെന്ന് അവകാശപ്പെടുവാൻ ഒറ്റ മനുഷ്യനെ കൊണ്ട് കഴിയത്തുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ യഹൂദന്മാർ നൂറുകണക്കിന് വർഷങ്ങൾ അവർ വളരെയധികം ശ്രമിച്ചു. ആ ഹല്ലേലൂയ സ്തോത്രം അതായത് ന്യായപ്രമാണത്തെ മുഴുവനായി ചെയ്ത് തികയ്ക്കുവാൻ വേണ്ടി അവർ വളരെ അധികം പരിശ്രമിച്ചു. സകല പരിശ്രമങ്ങളും ഹല്ലേലൂയ പരാജയത്തിലെത്തി. ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടും ന്യായപ്രമാണത്തെ മുഴുവനായി ചെയ്ത് തികയ്ക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ പരാജയം സമ്മതിച്ചപ്പോൾ ഇതാ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് മനുഷ്യനോടുള്ള നമ്മോടുള്ള തൻ്റെ മഹാസ്നേഹത്തെ യേശുവിലൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ന്യായപ്രമാണത്തെ മുഴുവനായി ചെയ്ത് തികച്ച ദൈവനീതിയെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ദൈവനീതി ഹല്ലേലൂയ നമ്മളിലേക്ക് എന്ത് ചെയ്തു? ഇംപ്യൂട്ട് ചെയ്തു. ഇംപ്യൂട്ടിങ് ഹല്ലേലൂയ നമ്മളിലേക്ക് ദൈവം അതിങ്ങ് ക്രെഡിറ്റ് ചെയ്തു. നമ്മുടെ അക്കൗണ്ടിൽ മൈനസ് ആയിരുന്നു. മനസ്സിലായോ? നമ്മുടെ അക്കൗണ്ട് എന്തുവായിരുന്നു? മൈനസ് ആയിരുന്നു. കർത്താവിൻ്റെ നീതി 100/100 എന്ത് ചെയ്തു? നമ്മളിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്ത നിമിഷം എന്ത് സംഭവിച്ചു? സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ, പിതാവിന്റെ ദൃഷ്ടിയിൽ യേശുവിന്റെ നീതി ഹല്ലേലൂയ പൊതിഞ്ഞ ഒരു ദൈവ പൈതലിനെ കർത്താവ് കാണുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ ക്രെഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് അല്ല. ഓരോ ദിവസവും കർത്താവെ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അങ്ങയുടെ നീതി എൻ്റെ മേലേക്ക് ക്രെഡിറ്റ് ചെയ്ത് നൽകി തന്നെങ്കിൽ ആ ദൈവനീതിയോട് ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ അതിനോട് ഹല്ലേലൂയ ഈക്വൽ ആകുന്ന ആ ഒരു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ആ പൂർണ്ണതയോട് ഹല്ലേലൂയ ഏതെങ്കിലും വിധത്തിൽ ഓരോ ദിവസവും വളരുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ആവശ്യമാണ്. ഹല്ലേലൂയ ഈ ഹല്ലേലൂയ we are continuously striving towards perfection. No one can claim that I have attained perfection. ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ നമ്മുടെ ഏതെങ്കിലും സൽപ്രവൃത്തി നമുക്കുണ്ടാകുന്ന ഒരു വലിയ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ വീക്കായിട്ടുള്ള നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ മനസ്സ്, ചിന്തകൾ, ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരക്കേടില്ല, ഇന്ന് കർത്തൃമേശ എടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളുടെ സ്വയനീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെ നമ്മളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഇന്ന് തിരുമേശയോട് കൈ നീട്ടുവാൻ നമ്മളുടെ എലിജിബിലിറ്റി ഈസ് നത്തിങ് ബട്ട് 0. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തികച്ച ആ ദൈവിക ഹല്ലേലൂയ സ്തോത്രം രക്ഷാ പദ്ധതി നിമിത്തം മാത്രമാണ് നമ്മെ നീതിമാന്മാരാക്കി തീർത്ത്
തൻ്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആ നീതി നമ്മുടെ മേലേക്ക് ക്രെഡിറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് പകൽ ഇറ്റ് ഗീവ്സ് us the eligibility to partake of the Lord's table. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ പല സഭകളിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കർത്തൃമേശ ഒരുപക്ഷെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഉപവസിച്ചിട്ട്, അല്ലെങ്കിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുക്കം പ്രാപിച്ചിട്ട് മാത്രമേ കർത്തൃമേശയിൽ പങ്കെടുക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്. നല്ല തെറ്റായ കാര്യമല്ല. എന്നാൽ വചന അടിസ്ഥാനത്തിൽ ഇത് നെസസറി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു കർത്തൃദാസനോ ഒരു സഭയ്ക്കോ അങ്ങനെ ഒരു പ്രത്യേക താല്പര്യമുണ്ടായി അവരങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത് കൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആ ഒരു നിയോഗത്തിൽ അവരത് ചെയ്തു കൊള്ളട്ടെ. അത് തെറ്റെന്നോ ശരിയെന്നോ അല്ല. പക്ഷെ അത് നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിങ്ങനെ തന്നെ ചെയ്യാവൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയ്ക്കകത്തേക്ക് നാം കടന്നു വരുവാൻ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ യോഗ്യതയല്ല തിരുമേശയിൽ നാം പങ്കെടുക്കുന്നത് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ യോഗ്യത എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ നാം അയോഗ്യരാണ്. എന്നാൽ പൂർണ്ണമായി യേശു എനിക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം എനിക്ക് വേണ്ടി തന്നെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് വരുമ്പോൾ ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉള്ളപ്പോൾ എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും വേണ്ടി. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ചെയ്യുന്നേ? ഞാനൊരു ചെറിയ അങ്ങനെയല്ല. ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കണമെങ്കിൽ ഈ ഉലകത്തിൽ മനുഷ്യനായി ജനിച്ച ഞാൻ ഒറ്റ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും യേശു എനിക്ക് വേണ്ടി തന്നെ സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് എനിക്ക് വേണ്ടി തന്നെ മരിക്കുമായിരുന്നു. അങ്ങനെ തന്നെയാ മരിച്ചത് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വരണം. ഇത് ഇൻഡിവിജ്വൽ ആകണം, ഇത് പേഴ്സണൽ ആകണം. ഇതൊരിക്കലും കോർപ്പറേറ്റ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ 1 കോടിയിൽ ഒരാളാണ് ഞാനെന്നുള്ള ചിന്തയല്ല. ഇത് വ്യക്തിപരമാണ്. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അടുത്തൊരു വിഷയം ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളത് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഇതിൻ്റെ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നോക്കാം. വർതി ആൻഡ് അൺവർതി മാനർ എന്താണ്? 27-ാം വാക്യം മുതൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. മൈക്കിൾ വായിക്കണേ. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അപ്പം യോഗ്യമായ വിധത്തിൽ നമുക്ക് പങ്കെടുക്കാം. അയോഗ്യമായ വിധത്തിൽ പങ്കെടുക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് അത് കുറ്റക്കാരനാക്കി നമ്മെ മാറ്റുമെന്നുള്ളതിന് പൗലോസ് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അയോഗ്യമായ വിധം എന്താണ്? അടുത്തത് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇപ്പൊ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാം. ലെറ്റ് എ മാൻ എക്സാമിൻ ഹിംസെൽഫ് ആൻഡ് സോ ലെറ്റ് ഹിം ഈറ്റ് ഓഫ് ദ ബ്രെഡ് ആൻഡ് ഡ്രിങ്ക് ഓഫ് ദ. ഇപ്പൊ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്നുള്ളത് തന്നെത്താൻ ശോധന ചെയ്യുന്നതിനേക്കാൾ അധികം നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വേറെ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും കൂടുതൽ. കഴിഞ്ഞ ആഴ്ച ഇത്രയും കാര്യമൊക്കെ ചെയ്തിട്ട് ദേണ്ട വന്നിരുന്ന് അതാരുടെ ഉത്തരവാദിത്വമാ? കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞേ? നിന്റെ കൂട്ടുകാരനെ ശോധന ചെയ്യാനാണോ പറഞ്ഞേ? ഈ ശുശ്രൂഷ നടത്തുന്ന കർത്തൃദാസന്മാരായ ഞങ്ങൾക്ക് പോലും ഞങ്ങളെ തന്നെ വ്യക്തിപരമായി എക്സാമിൻ ചെയ്യുവാനാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ കഴിഞ്ഞ 7 ദിവസവും നിങ്ങൾ എവിടെയൊക്കെ പോയി, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള CCTV നിങ്ങളുടെ തലയെ പിടിപ്പിച്ചിട്ട് ഇത് മുഴുവൻ റിവ്യൂ ചെയ്തിട്ടല്ല നിങ്ങൾക്ക് ഞായറാഴ്ച പകലിൽ ഇത് ആരുടെ ഉത്തരവാദിത്വമാണ്?
ഹല്ലേലൂയ, സകലതും നഗ്നവും മലർന്നവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൺകളിൽ നിന്ന് നമ്മ ഒരു നിമിഷം പോലും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു കൂട്ടിയത്, നാം നിരൂപിച്ചു കൂട്ടിയത്, നാം സംസാരിച്ചത്, നാം പ്രവർത്തിച്ചത്, നാം ഹല്ലേലൂയ സ്തോത്ര ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ ഹല്ലേലൂയ കർത്താവിനെ വേദനിപ്പിച്ചത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത്, ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം മുൻപാകെ വ്യക്തിപരമായി നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഒരു സഭായോഗത്തിനകത്ത് അനേക ആൾക്കാർ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ സഭായോഗത്തിനകത്ത് ഒരു കർത്തൃമേശ ശുശ്രൂഷ നടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിശ്വാസികളും ഇതിന്റെ ഭാഗമായി കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ അനുവാദമില്ല. ഈ പ്രമാണമനുസരിച്ച്, അതായത് മാനസാന്തരം, രക്ഷ, സ്നാനം, വിശുദ്ധ ജീവിതം, ഹല്ലേലൂയ ഈ പറഞ്ഞ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഹല്ലേലൂയ അയോഗ്യമായി ഇതിനകത്ത് ഭാഗവാക്കായി തീരാൻ അവർക്ക് അനുവാദമില്ല, അവർക്ക് അവകാശവുമില്ല. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഇത് ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളത് വചനത്തിൽ വായിക്കുന്നു. നമ്മളത് വ്യക്തമായി കാണുന്നുണ്ട്. യു പ്രൊക്ലെയിം the Lord's death till he comes. 26ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇത് ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രൊക്ലമേഷനാണ്, പ്രസ്താവിക്കുകയാണ്. എന്താണ് പ്രസ്താവിക്കുന്നത്? കർത്താവ് മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ പ്രസ്താവിക്കുകയാണ്. ആരോടാ പ്രസ്താവിക്കുന്നേ? നമ്മളോട് തന്നെ പ്രസ്താവിക്കുന്നു. നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ നമ്മൾ ഇതിനെ പ്രൊക്ലെയിം ചെയ്യുന്നു. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊക്ലെയിം ചെയ്യപ്പെടേണ്ട ഓഡിയൻസ് ആരാണ്? ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനോ അറിയാനോ കഴിയാത്ത അവിശ്വാസികൾ എന്ത് ചെയ്യണം? അവരിത് കാണണം. ഹല്ലേലൂയ. എത്രയോ സഭകളിൽ പുതുതായി വരുന്ന വിശ്വാസികൾ ഹല്ലേലൂയ 1, 2, 3 മാസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തോന്നും, ഹല്ലേലൂയ സ്തോത്രം, എനിക്കും ഈ പാത്രത്തിനകത്തുനിന്നും ഹല്ലേലൂയ അപ്പത്തിൽ നിന്നും എനിക്ക് ഒരു ഭാഗവാക്കായി തീരുവാൻ ആഗ്രഹമുണ്ട് എന്നവരുടെ ഹൃദയത്തിനകത്തൊരു വലിയ താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? കർത്തൃദാസന്റെ അടുക്കലേക്ക് കടന്നു വരും. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്കും ഇതിനകത്തൊന്നു ഭാഗവാക്കായി തീരണം. അപ്പോൾ ദൈവദാസന്മാർക്ക് നല്ലൊരു അവസരമാണ്. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷം. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് വ്യക്തമായി അവരെ പഠിപ്പിച്ച് അവരുടെ സമർപ്പണത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ അവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുവാൻ അവരെ സഹായിച്ച് കർത്തൃമേശയുടെ ഭാഗമായി തീരുവാൻ അവർക്കും അവസരങ്ങൾ കൊടുക്കുവാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം, ഇത് എവിടെ ചെന്ന് ആരോടൊക്കെ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചൊരു വിഷയമാണ്. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആയിരിക്കുന്ന ക്രിസ്തീയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരുപക്ഷെ ചില പ്രത്യേക മീറ്റിങ്ങുകൾ അവിടെ ക്രമീകരിക്കപ്പെടുന്നു. അതിനകത്തും ഹോളി കമ്മ്യൂണിയൻ കൊടുക്കുന്നു. അതിനകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ അനുവാദമുണ്ടോ എന്നുള്ളത് ഒരു ന്യായമായ ഒരു ചോദ്യമാണ്. പങ്കെടുക്കുവാൻ അനുവാദമുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. പലരും സംശയപൂർവമായിട്ട്, ചിലരില്ല എന്ന് പറയുന്നു, വളരെ ന്യൂട്രലായിട്ട് ചിലർ നിൽക്കുന്നു. അനുവാദമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത് ആരോടുകൂടെ? ഇത് ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള കൂട്ടായ്മയാണ്. ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള കൂട്ടായ്മ ബന്ധത്തിനകത്തേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി പ്രവേശിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം. അപ്പൊ ക്രിസ്തുവിനോട് ചേർന്നിട്ടില്ലാത്ത ആരും എന്ത് ചെയ്തിട്ടില്ല? ക്രിസ്തുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നിട്ടില്ല. സ്തോത്രം. അപ്പോൾ അവരൊരുപക്ഷെ ഉപയോഗിക്കുന്ന വേദഭാഗം ഇത് തന്നെ ആയിരിക്കാം, വേദപുസ്തകം ഇത് തന്നെ ആയിരിക്കാം, കാര്യമൊക്കെ ശരിയാണ്. എന്നാൽ ഉപദേശപരമായി ഹല്ലേലൂയ സ്തോത്രം നമ്മൾ നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ, ഈ ഡോക്ട്രിനിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കംപ്ലീറ്റ്ലി 100% കണക്ട് ചെയ്യാത്ത, ഹല്ലേലൂയ സ്നാനമില്ലെങ്കിലും ഇന്ന് കേരളത്തിലുള്ള എത്രയോ ഹല്ലേലൂയ ഒത്തിരി പുതിയ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യം, ഇങ്ങനത്തെ യാതൊരു വിഷയങ്ങളും അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വന്നോ, നിങ്ങളും ഇതിനകത്ത് ദേ ആർ വെൽക്കമിങ്. എന്തെന്ന് വെച്ചാൽ വചനമോ വ്യവസ്ഥയോ ഉപദേശമോ അവർക്ക് വിഷയമല്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, ക്രിസ്തുയേശുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തത് ആരും
ക്രിസ്തുവിന്റെ ഭാഗമല്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം പഠിപ്പിക്കാത്ത ഹല്ലേലൂയ സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഈ പ്രമാണം ഹല്ലേലൂയ പ്രഖ്യാപിക്കുകയും വേർപെട്ട വിശുദ്ധ ജീവിതം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദൈവജനത്തിന്റെ കൂട്ടായ്മയ്ക്കുള്ളിൽ മാത്രമേ നമുക്ക് ഈ കർത്തൃമേശയിൽ ഭാഗവാക്കാകുവാൻ അനുവാദമുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സമയങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ബിക്കോസ് ഇവരുമായിട്ട് നമുക്ക് ഇരുട്ടും വെളിച്ചവുമായി എന്ത് ബന്ധം? ഹല്ലേലൂയ. സ്നാന ഉപദേശം, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഉപദേശപരമായി ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതായ സകലവിധമായ ഹല്ലേലൂയ പ്രീസ്റ്റ്ഹുഡ്, ഈ കാര്യങ്ങളൊന്നും ഹല്ലേലൂയ അക്സെപ്റ്റ് ചെയ്യാത്ത ക്രിസ്തീയ സമൂഹങ്ങൾ ആണെങ്കിൽ അവിടെ നമുക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവാദമില്ല. അടുത്ത രണ്ടാമത്തെ വിഷയം, നമ്മൾ പറഞ്ഞ ഈ പ്രമാണത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ അനുവാദമുള്ളൂ. രക്ഷിക്കപ്പെടാത്തവരും സ്നാനപ്പെടാത്തവരും ഒക്കെ ഒരു ഇടത്ത് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നിടത്ത് വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു പാർട്ടേക്ക് ഇൻ ദ ലോർഡ്സ് ടേബിൾ. ഹല്ലേലൂയ. പക്ഷേ അടുത്ത അതിനകത്തെ മറ്റൊരു വശമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് പുതുതായി, ഇന്ന് നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ വളരെ ചുരുക്കം പേരാണ്, പുതുതായി ഒരു 10-15 പേര് വരികയാണ് ഇതിനകത്ത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യക്തി അല്ലെങ്കിൽ പലരും ഈ കർത്തൃമേശയിൽ ഭാഗവാക്കാകുവാൻ നമ്മൾ ഈ ഉപദേശങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും ഇത് എത്ര പേർക്ക് ഗ്രഹിക്കുന്നുവെന്ന് ആർക്കറിയാം? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമുള്ള ആരെങ്കിലും കയറി ഇതിനകത്ത് പങ്കെടുത്തു. അത് നിമിത്തം നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഉപദേശ സത്യങ്ങൾ മുഴുവനായി യഥാർത്ഥമായി പറഞ്ഞ്, അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നതിന് മുമ്പേ കർത്തൃദാസന്മാർ പറയുന്നത് നമ്മുടെ വേർപാടിൻ്റെ ഉപദേശത്തിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കുവാൻ കഴിവുള്ളൂ എന്ന് പറയും. ഇതെല്ലാം പറഞ്ഞിട്ടും ആരെങ്കിലും തെറ്റിച്ചു വന്ന് ഇത് എടുത്താൽ അത് അവരും ദൈവവുമായിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ ശരീരത്തിന് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. ഇത് ഹല്ലേലൂയ സ്തോത്രം തന്നെത്താൻ എന്ത് ചെയ്യണം? ശോധന ചെയ്തിട്ട് വേണം ഇത് ചെയ്യുവാൻ. അപ്പൊ ഇതിന് വേറെ ഒരു ഹല്ലേലൂയ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ഈ വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർത്തൃമേശ ചില സഭകളിൽ ഇത് എല്ലാ ആഴ്ചയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റില്ല. കർത്താവ് പറഞ്ഞേക്കുന്ന ഈ ഫ്രീക്വൻസി ബൈബിളിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒന്നുകൂടെ പറയാണ്, ഫ്രീക്വൻസി ബൈബിളിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? ബൈബിൾ ഫ്രീക്വൻസിയെ കുറിച്ച് ഒറ്റ വാക്യേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആസ് ഓഫൻ ആസ് യു ഈറ്റ് ദിസ് ബ്രെഡ് ഓർ ഡ്രിങ്ക് ദിസ് കപ്പ്, ആസ് ഓഫൻ ആസ് യു എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ ഇവിടുത്തെ ദൈവദാസന്മാർക്ക് കർത്താവ് തന്നിരിക്കുന്ന നിയോഗം അനുസരിച്ച് നമ്മൾ മാസത്തിൽ ഒന്ന് ഇവിടെ നടത്തുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ ചില സഭകളിൽ എല്ലാ ആഴ്ചയും നടക്കുന്നു. നല്ല കാര്യം. അത് 4 മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. അതല്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ കാര്യത്തിനകത്ത് ഫ്രീക്വൻസി ബൈബിൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് കർത്തൃദാസന്മാർക്ക് കൊടുക്കുന്ന നിയോഗം അനുസരിച്ച് ചെയ്യുക. പക്ഷെ ഇത് ഒത്തിരി ഫ്രീക്വൻ്റ് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? നമുക്കിത് സ്ഥിരം പരിപാടിയാകുമ്പോൾ, ഞാൻ കേരളത്തിലെ ചില സഭകളിൽ കണ്ടിട്ടുണ്ട്, ആ സമയമാകുമ്പോൾ ചെറുപ്പക്കാരെല്ലാവരും കൂടെ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ പുറത്തോട്ട് ഇറങ്ങും. അവർക്ക് അവരുടെ ഈ അവരുടെ പരിപാടി കള്ളത്തരവും അവരുടെ കളിയും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരം. അന്നേരം ചാടിപ്പുറത്ത്. അങ്ങനെയല്ല സ്തോത്രം. ഇതിന് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഈ ശുശ്രൂഷ കാണണം. ഇതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കണം. ഹല്ലേലൂയ. തക്ക സമയമാകുമ്പോൾ അതിൻ്റെ പ്രാപ്തി അവർ ലഭിച്ചതിന് ശേഷം അവർ അതിലേക്ക് കടന്നു വരണം. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്നുള്ളത്, അതിൽ സ്തോത്രം, നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് പോലെ തന്നെ ചാരി ഇരുന്ന് കാലിന്മേൽ കാലിരുന്ന് അപ്പം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുള്ള ആറ്റിറ്റ്യൂഡിലല്ല ഇരിക്കേണ്ടത്. നീണ്ട 6 മണിക്കൂർ നമുക്ക് വേണ്ടി വേദനയോടുകൂടെ കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച പാടുകളെ ധ്യാനിക്കുന്ന റിമെമ്പറൻസ്, ഇംഗ്ലീഷിൽ ഈ പദമാണ് വീണ്ടും 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 എഴുതിയിരിക്കുന്നത്. യു ആർ റിമെമ്പറിങ് ദ ലോർഡ്സ് ഡെത്ത്. ഇത് ഓർപ്പിക്കുകയാണ്, ഇത് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇത് വീണ്ടും എന്താ മനുഷ്യന്റെ പ്രശ്നം എന്തുവാ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു 10 വർഷം മുമ്പേ നിങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ആരോ ഒരാളെ കർത്താവ് ഉപയോഗിച്ചു നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്ന് പരിഹരിച്ചു. അന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, ഇല്ലേ? അന്ന് നിങ്ങൾ ഇനി കാലേ വീണമെങ്കിൽ കാലേ വീടാനും തയ്യാറാണ്. 1 വർഷമൊക്കെ കഴിഞ്ഞപ്പം
ഓർക്കുമ്പം നന്ദി കേട്ടോ, ഇത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് മറവി എന്നുള്ളത്. ഏറ്റവും വലിയ പ്രതിസന്ധിക്കകത്ത് നമ്മെ ഒരു സഹായിച്ച ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ നമുക്ക് നന്ദി ഒരുപക്ഷെ ഉള്ളിൽ കാണും, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഹല്ലേലൂയ. ആരും നമ്മെ രക്ഷിക്കാൻ കഴിയാതെ എന്നേക്കുമായി നിത്യനാശത്തിനും നരകത്തിനും നിത്യശിക്ഷാപതിക്കും വേണ്ടി എന്നേക്കും വിധിക്കപ്പെട്ട നമ്മെ, ഹല്ലേലൂയ, നാം സഹിക്കേണ്ട സകല ശിക്ഷാപതിയും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഈ പദ്ധതി എന്നുള്ളത്, സ്തോത്രം, ഈ നിമിഷ സമയത്തെല്ലാം നമ്മൾ എന്താ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്ന ഫിസിക്കലി നമ്മൾ കുടിക്കുമ്പോൾ മനസ്സുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മനസ്സുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുക. ഹല്ലേലൂയ. ആത്മീയമായി എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ആത്മാവിനെ ശക്തിക്ക്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് നമ്മുടെ ആത്മാവിന്റെ നിത്യജീവന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടിയെ വീണ്ടും ഉറപ്പിക്കുകയും അതിനെ ഒന്നുകൂടെ പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്പിരിച്വലി നമ്മുടെ ഇന്നർ സോളിനെ എന്ത് ചെയ്യാണ്? നമ്മൾ വീണ്ടും, ഹല്ലേലൂയ, ഓരോ സമയത്തും ഇതിനെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലി എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു ഭാഗം മാത്രം വേഗത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ, ഹല്ലേലൂയ, 16-17 വാക്യങ്ങൾ വേഗത്തിൽ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഹല്ലേലൂയ, സ്തോത്രം. ഇത് ക്രിസ്തുവുമായിട്ട് സ്പിരിച്വൽ മിസ്റ്ററിയാണ്. ഇത് നമ്മുടെ ബുദ്ധിയിൽ മുഴുവനായി മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു വലിയ ആത്മീയ പ്രാധാന്യമുള്ള ഒരു മർമ്മമാണ് ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മ. We are being connected. Hallelujah. For we though many are one bread and one body, for we all partake of that one bread. Hallelujah. അങ്ങനെയെങ്കിൽ, hallelujah, we are feeding the soul. അപ്പം തിരുമേശ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഫിസിക്കലി നമ്മൾ ഇത് കഴിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും നമ്മെ തന്നെ ശോധന ചെയ്യും. എക്സാമിൻ ourselves. അടുത്തത്, ഹല്ലേലൂയ, കഴിയുന്നിടത്തോളം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മുട്ടുമടക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് മുട്ടുമടക്കി തന്നെ ഇതൊന്ന് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. സ്തോത്രം. അതുപോലെ ചെയറിലിരിക്കുന്നവർ, നിങ്ങൾ ഇതിനകത്ത് ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഈ തിരുമേശയ്ക്കകത്ത് ഭാഗവാക്കായി തീരണം. അതുകൊണ്ട് 2 ഉപകാരമുണ്ട്. ഒന്ന്, പകുതി പേര് എഴുന്നേറ്റ് വന്നു, പകുതി പേര് ഇരിക്കുമ്പോൾ സ്നാനപ്പെടാത്ത വ്യക്തി എടുക്കുമോ ഇല്ലയോ എന്ന് കൊടുക്കുന്നവർക്കറിയില്ല. ചിലപ്പോൾ അവരൊരു പക്ഷേ പ്ലേറ്റ് നീട്ടുമ്പോൾ അവരും എടുത്തേച്ച് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നവർ ഒരുക്കത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ശുശ്രൂഷ ചന്തമായി ഏറ്റവും ഉചിതമായ രീതിയിൽ അത് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ മുട്ടുമടക്കി ഇത് പ്രാപിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, വളരെ, ഹല്ലേലൂയ, നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ആ ഭയഭക്തി നിമിത്തം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ഭയഭക്തി നിമിത്തം എന്ത് ചെയ്തു? ഉത്തരം ലഭിച്ചു. ആ ഭയഭക്തി യഥാർത്ഥമായി, നമ്മളെ മുട്ടിന് പ്രയാസമുള്ളവരും ഒക്കെ ഉണ്ട്, പ്രത്യേക ശാരീരിക അവസ്ഥയിലായിരിക്കുന്നവർക്ക് ഇതിനൊക്കെ ഒഴിവുണ്ട്. 100% എല്ലാവരും ഇങ്ങനെ തന്നെയല്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ഇന്ന് പകലിവിടെ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. നമുക്ക്, ഹല്ലേലൂയ, കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ഒന്നുകൂടെ നമ്മെ തന്നെ പൂർണ്ണമായി ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. നല്ല ഒരു മനസാക്ഷി. നമ്മുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ജീവിതത്തിന്റെ കുറവുകൾ വന്നെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണമാണ്. എന്നാൽ ചില പ്രത്യേക ജീവിതത്തിൽ വലിയ പാളിച്ചകൾ, വലിയ, ഹല്ലേലൂയ, മരണകരമായ പാപങ്ങൾക്കകത്ത് അകപ്പെട്ടു പോയെങ്കിൽ ആ മരണകരമായ പാപത്തിനകത്തുനിന്ന് യഥാർത്ഥമായ ഒരു ശുദ്ധീകരണവും മടങ്ങിവരവും ലഭിച്ചു എന്നുള്ള പൂർണ്ണ നിർണയം ഹൃദയത്തിൽ ലഭിക്കുന്ന നാൾ വരെയും ഈ മേശയിൽ നിന്ന് മാറിയിരുന്നിട്ട് പിന്നത്തേതിൽ കർത്താവ്
മനസ്സിനകത്ത് പൂർണ്ണമായി ദൈവം എന്നോട് ക്ഷമിച്ചു, ഹല്ലേലൂയ, ഞാൻ ഏറ്റവും വലിയ പാതകം ചെയ്തെങ്കിലും എന്നോട് കർത്താവ് മനസ്സലിഞ്ഞു ക്ഷമിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യം ലഭിക്കുമ്പോൾ മേശയിൽ നിന്ന് മാറിയിടിക്കാതെ മേശയിൽ പങ്കാളികളായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ഒരു വേദഭാഗം വായിക്കുമ്പോൾ എല്ലാവരും ധ്യാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ. മത്തായി 27, ബ്രദർ സുമോൻ വർഗീസ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വേദഭാഗം വായിക്കണം. മത്തായി 27 24 മുതൽ ഉള്ള വാക്യങ്ങൾ, 24 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ധ്യാനത്തോടുകൂടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഈ ഭാഗങ്ങൾ നാം കേൾക്കുമ്പോൾ ധ്യാനത്തോട് ദൈവസന്നിധിയിലായിരിക്കാം. മത്തായി 27, 24 മുതൽ 50 വരെ. അനന്തരം ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുകയെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവൻ്റെ തലയിൽ വെച്ചു. വാലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു. അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്നു അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. വലതും ഇടതുമായി 2 കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവ് ആകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തു യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തു എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ടു അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ചു ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ, നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. അതുപോലെ തന്നെ 13-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടെ ഈ തിരുവചന ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിന് എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ പകൽ നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിക്കുവാൻ ഉള്ള നിമിഷങ്ങളാണിത്. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹീമം പോൽ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്ങി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ രക്ഷകൻ പക്ഷത്തോനി ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. സ്വന്തമൊന്നുകൂടെ ചില നിമിഷങ്ങൾ വ്യക്തിപരമായ ദൈവസന്നിധിയിൽ ഒരു ഒരുക്കത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ ഒരു ചടങ്ങ് നിവർത്തിക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ ധ്യാനിക്കുന്ന ഒരു ഏറ്റവും പ്രാധാന്യമുള്ളൊരു നിമിഷമാണിത്. നാം ഇവിടെ ആയിരുന്നു വ്യക്തിപരമായി നമ്മോട് കർത്താവ് കാണിച്ച മഹാസ്നേഹം, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട മുഴുവൻ ശിക്ഷയും നമുക്ക് വേണ്ടി താൻ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളെ ധ്യാനിക്കുക. ഇത്ര വലിയ രക്ഷയുടെ ഭാഗ്യം ലഭിക്കുവാൻ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്ന ഈ മഹൽ ഭാഗ്യത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കുവാൻ ഈ നിമിഷങ്ങൾ നമുക്കെടുക്കാം. വളരെ മൗനമായി നമ്മുടെ ഹൃദയത്തെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു വിശുദ്ധീകരണത്തിനായി ഇതിന് നമ്മെ തന്നെ യോഗ്യരാക്കി തീർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചില നിമിഷങ്ങൾ മൗനമായ ദൈവസന്നിധിയിലായിരിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ക്രൂശിൽ അങ്ങ് ഏൽപ്പിച്ചു തന്ന മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ, അങ്ങയുടെ കോപാഗ്നിയിൽ ഞങ്ങൾക്ക് ജീവന്റെ അപ്പമായി തീരുവാൻ ഹല്ലേലൂയ ഞങ്ങളോട് കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയപ്പ. ഈ പകൽ കർത്താവെ ഈ അപ്പത്തെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം രോഗത്തിനോ ദുഃഖത്തിനോ മരണത്തിനോ അല്ല, പിന്നെയോ അനുഗ്രഹത്തിനും നന്മയ്ക്കും ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാവിന്റെ ഹല്ലേലൂയ സ്തോത്രം പുഷ്ടിക്കും കാരണമായി തീരുവാൻ ദൈവമിടയാക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് നൽകി തരണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. കർത്താവ് പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്താൽ കർത്താവായ യേശു കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത്
ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് ആശ്ചര്യമേ ഇത് ആരാധനീച്ചിട, ആശ്ചര്യമേ ഇത് ആരാധനീച്ചിട. കൃപയേ 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 ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ബന്ധമില്ലാത്ത സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു, ബന്ധമില്ലാത്ത ഏഴയെ ഓർത്തു, ബന്ധമില്ലാത്ത ഏഴയെ ഓർത്തു, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. ആശ്ചര്യമേ ആശ്ചര്യമേ ഇത് ആരാധനീച്ചിട. കൃപയേ 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 കൃപയേ. ദൂരത്തിരുന്നായി ദ്രോഹിയാമെന്നെ, ദൂരത്തിരുന്നായി ദ്രോഹിയാമെന്നെ, ചരത്തണച്ചിടുവാനേറ്റു കഷ്ടം, ചരത്തണച്ചിടുവാനേറ്റു കഷ്ടം. കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ, കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാം അൻപിതോ, അൻപിതോ അൻപിതോ, കാട്ടിയതാം അൻപിതോ അൻപിതോ അൻപിതോ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. വളരെ വേദനയോടുകൂടെ അങ്ങയുടെ തിരുരക്തം കർത്താവേ, പാപമില്ലാത്ത വിശുദ്ധ രക്തം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അങ്ങ് ചൊരിഞ്ഞു തന്ന മഹാസ്നേഹത്തിനായി നന്ദി അപ്പ. കർത്താവേ, ആ വേദനത്തെക്കാൾ ഗുരുതരമായി സംസാരിക്കുന്ന ഞങ്ങളുടെ മനസ്സാക്ഷിയെ, ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളെ ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ ശുദ്ധീകരിച്ച, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ വിശുദ്ധീകരിച്ച അങ്ങയുടെ തിരുരക്തത്തിനായി ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ പാത്രത്തെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് നൽകി തരുന്നു, അങ്ങ് അനുഗ്രഹിച്ച് നൽകി തരുമാറാണ്. ഇതൊരു അനുഗ്രഹ പാത്രമാക്കി അങ്ങ് തീർക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മാത്രം കാരണമായി തീരുവാൻ ദൈവമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെ തന്നെ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്, ഇത് കുടിക്കുക
ഇപ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പ്രാർത്ഥന. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. നിത്യ സ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി. പാനപാത്രവുമായി സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമാ. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേയും പ്രശംസയേ. എന്റെ ആനന്ദമേ, സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാൻ